കൊച്ചിയിൽ സ്പാ കേന്ദ്രീകരിച്ചുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിൽ പരിശോധന നടത്തിയത് 24 വാർത്തയെ തുടർന്നാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. അപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 24/7 ചാനലിൽ യൂട്യൂബിലെ ഒരു വാർത്ത വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ എൻക്വയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ അറസ്റ്റിലായ 2 പോലീസുകാർക്കും അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരെയും സസ്പെൻഡ് ചെയ്തുവെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസസ് അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിനകത്ത് 2 പോലീസുകാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ നടത്തിപ്പുമായിട്ട് ആക്റ്റീവ് ബന്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശേഷമാണ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തത്. അവരെ ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡിപ്പാർട്ട്മെന്റിലെ നടപടിക്രമങ്ങൾ കൂടെ എടുക്കും. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, നമ്മൾ നൽകിയ വാർത്തയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, നമ്മൾ നൽകിയൊരു വാർത്തയെ തുടർന്നാണ് പോലീസ് ഈ കാര്യത്തിൽ ജാഗരൂകരായി തീർന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1-2 ആഴ്ചകൾക്ക് മുൻപാണ് നമ്മൾ ഈ വാർത്ത കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് മോക്ഷ എന്ന ഒരു ഓൺലൈൻ സ്പാ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു, ഓൺലൈൻ അല്ല, ഒരു ആയുർവേദിക് സ്പാ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഒരു അന്വേഷണം നടത്തിയത്. ഈ ഒരു ആയുർവേദിക് മസാജിംഗ് സെന്റർ മാത്രമായിരുന്നില്ല, മറിച്ച് 3 മസാജിംഗ് സെന്ററുകളിൽ തുടർച്ചയായി നമ്മൾ അന്വേഷണം നടത്തുകയും അവിടെ നമ്മുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുകയും അതിന്റെ ഭാഗമായി അവിടെ നിന്ന് കിട്ടിയ വിഷ്വൽസും ഓഡിയോസും നമ്മുടെ പക്കലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാർത്ത കൊടുത്തത്. ഈ വാർത്ത കൊടുത്തതിനെ തുടർന്ന് നമ്മുടെ തന്നെ റിപ്പോർട്ടേഴ്സുമാരെ ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പലരും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു, ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള സ്പാകൾക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഒരു മുഖ്യ തടസ്സം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥാപനങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള ലൈസൻസ് ഉണ്ട്. അതായത് ആയുർവേദിക് ഹീലിംഗ് മസാജിംഗ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഉണ്ട്. ഈ ലൈസൻസിന്റെ മറ പിടിച്ചാണ് ഇവർ അനാശാസ്യം നടത്തുന്നത്. അതായത് ഈ സ്പാകളുടെ ഭാഗമായിട്ടുള്ള ഇരകളോ അല്ലെങ്കിൽ ഇവിടെ പണം നഷ്ടപ്പെട്ടവരോ പരാതി കൊടുക്കാത്തിടത്തോളം ഇത്തരം സ്ഥാപനങ്ങളിൽ സെർച്ച് നടത്തുക എന്നത് അപ്രായോഗികമാണ് എന്നാണ് പല ഉദ്യോഗസ്ഥരും നമ്മളോട് അന്ന് അറിയിച്ചിരുന്നത്. നമ്മൾ ആ വാർത്ത കൊടുക്കുമ്പോൾ നമ്മൾ വ്യക്തമായി പോലീസിനെ വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു വാർത്ത കൊടുത്തിരുന്നത്. അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഊർജിതമായിട്ടുള്ളൊരു അന്വേഷണം ഇതിന്റെ ഭാഗമായി ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി 8 മണിയോട് കൂടി എറണാകുളം നോർത്തിലെ മീര മോക്ഷ സ്പായിൽ വെച്ച് അന്വേഷണം സംഘം എത്തി റെയ്ഡ് നടത്തുകയും അവിടെ ഉണ്ടായിരുന്ന 8 യുവതികളെയും മറ്റ് കസ്റ്റമേഴ്സിനെയും ഈ സ്ഥാപനത്തിന്റെ ഓണറെയും കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന അനാശാസ്യ കേന്ദ്രത്തിലും പോലീസിന്റെ പൂട്ട് വീണിട്ടുണ്ട്. ഉന്മേഷ്. അമൽ സുരേന്ദ്രൻ, കൊച്ചിയിൽ നിന്ന്.